ഡൽഹിയിലെ വായുമലിനീകരണ തോത് കുറയ്ക്കാൻ കർശന നടപടികളുമായി ഡൽഹി സർക്കാർ. പഴക്കം ചെന്ന വാഹനങ്ങൾക്ക് നിയന്ത്രണം കൊണ്ടുവരാൻ ഒരുങ്ങുകയാണ് സർക്കാർ. 10 വർഷത്തിൽ കൂടുതൽ പഴക്കമുള്ള ഡീസൽ വാഹനങ്ങൾക്കും 15 വർഷത്തിൽ കൂടുതൽ പഴക്കമുള്ള പെട്രോൾ വാഹനങ്ങൾക്കും ജൂലൈ 1 മുതൽ ഇന്ധനം നൽകരുത് എന്നാണ് പമ്പുകൾക്ക് നൽകിയിരിക്കുന്ന നിർദ്ദേശം. കമ്മീഷൻ ഫോർ എയർ ക്വാളിറ്റി മാനേജ്മെന്റ് നിർദ്ദേശങ്ങൾ അനുസരിച്ചാണ് സർക്കാരിന്റെ നടപടി. എൻഡ് ഓഫ് ലൈഫ് വാഹനങ്ങൾക്ക് ഇന്ധനം നൽകുന്നത് ജൂലൈ 1 മുതൽ പൂർണ്ണമായും നിർത്തിവെക്കും. ആദ്യം ഡൽഹിയിൽ നടപ്പാക്കുന്ന നിയന്ത്രണം നവംബർ 1 മുതൽ ഗുരുഗ്രാം, ഫരീദാബാദ്, ഗാസിയാബാദ്, ഗൗതം ബുദ്ധ് നഗർ, സോനെപത്ത് എന്നീ മേഖലകളിലേക്കും 2026 ഏപ്രിൽ 1 മുതൽ മറ്റ് സ്ഥലങ്ങളിലേക്കും വ്യാപിപ്പിക്കാനാണ് നീക്കം. ഡൽഹിയിലുള്ള വാഹനം രാജ്യത്ത് എവിടെ രജിസ്റ്റർ ചെയ്തതാണ് എന്ന് പരിഗണിക്കാതെയാണ് പദ്ധതി നടപ്പാക്കുന്നത്. അതേസമയം സർക്കാർ നീക്കത്തിനെതിരെ ഡൽഹിയിലെ വാഹന ഉടമകളിൽ വ്യാപക പ്രതിഷേധം ഉയർന്നിട്ടുണ്ട്. കാലപ്പഴക്കമുണ്ടെങ്കിലും പല വാഹനങ്ങളും പ്രവർത്തനക്ഷമതയുള്ളവയാണെന്നും നിയന്ത്രണങ്ങളുടെ പേരിൽ ഇവ ഒഴിവാക്കേണ്ടി വരുന്നത് സാമ്പത്തിക ബാധ്യത ഉണ്ടാക്കുമെന്നും വാഹന ഉടമകൾ ചൂണ്ടിക്കാട്ടുന്നു. എന്നാൽ പ്രതിഷേധത്തെ അവഗണിച്ച് കർശന നടപടിയുമായി മുന്നോട്ടു പോവുകയാണ് സർക്കാർ. വാഹനങ്ങളുടെ കാലപ്പഴക്കം നിർണ്ണയിക്കാൻ പമ്പുകളിൽ ഓട്ടോമാറ്റിക് നമ്പർ പ്ലേറ്റ് റെക്കഗ്നിഷൻ ക്യാമറകൾ ഉൾപ്പെടെ സ്ഥാപിച്ചിട്ടുണ്ട്. സർക്കാർ നിർദ്ദേശം പാലിക്കാത്ത പമ്പുകൾക്കെതിരെ കർശന നടപടിയെടുക്കുമെന്നും നിർദ്ദേശം നൽകി കഴിഞ്ഞു.